അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ത് പറഞ്ഞെങ്കിൽ ഇത് തന്നെ മത്തിക്കറി. ഇത് കാട്ടല മീനല്ലമ്മ? അതെ, കാട്ടലയും ചെറിയ മത്തിയും കുഞ്ഞമത്തി. കാട്ടല മീനിന്റെ റൗണ്ട് പീസെല്ലാം എടുത്തിട്ട് മസാല ആക്കി വെച്ചിന്. ഇതന്നെ കാട്ടല മീൻ കേരളത്തിൽ കിട്ടുമെന്ന് അറിയില്ല. കിട്ടുമമ്മ? കിട്ടും. കാട്ടല. ഇത് കേരളത്തിൽ തന്നെ നമുക്ക് വന്ന് കിട്ടുന്ന ഇങ്ങനത്തെ മീൻ. അതെ. അപ്പോ ഇന്ന് ധന്യൊക്കെ പണിയില്ലാത്ത കൊണ്ട് അതെ ധന്യക്കും പണിയില്ല. മണി കണ്ടനക്കും ലീവ് കിട്ടീന്ന്. രണ്ടാളും വീട്ടിലുള്ള കൊണ്ട് ഞങ്ങൾക്ക് പെരുന്നാളുണ്ട്. അപ്പോ മീൻകറി പറയുന്നത് സാധാരണ ഒരു കറി തന്നെ. എന്താ പറഞ്ഞ നമ്മളിപ്പോ പുതിയതായിട്ടൊന്നും ആക്കലല്ല. കേരളത്തില് മീൻകറി ടാപ്പ് ക്വാളിറ്റിയിൽ എല്ലാരും ആക്കും, വിധമായിട്ടും ആക്കും. പിന്നെ ഇവിടെ നമ്മൾ എങ്ങനെ ആക്കണ്ടേ അതിനെ കാട്ടി കൊടുക്കാം അല്ലേ? പിന്നെ കൊറേ വെറൈറ്റി. അത് ഇപ്പൊ പിന്നെ കൊറേ മാതിരി വെക്കും അല്ലെ, പച്ച കളറും അത് ഇതെന്ന്. അപ്പൊ നമ്മളുടെ സ്റ്റൈൽ എന്തുണ്ട് ഇന്ന് ധന്യന്റെ തന്നെ കംപ്ലീറ്റ്. അത് എന്തെന്നുള്ളത് ഇന്ന് കാണാം. ഇത് വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളി ഇടിയായിട്ടിടണ ഫുള്ള് മീൻകറി പറയുമ്പോ നമ്മളുടെ പൂച്ച ധന്യന്റെ കാലിന്റെ ചൂട്ടുന്ന് പോനെയല്ല. കറിയാപ്പല്ല അമ്മ നമ്മളുടെ തന്നെ വീട്ടിലുള്ള ചെടി അതിന് പറിക്കാൻ വന്ന് പറിച്ചോണ്ട് വന്നു. മാങ്ങ, മീൻകറിക്കില്ല മാങ്ങ നമ്മളുടെ വീട്ടിലത്തെ മരത്തിൽ തന്നെ ഉണ്ട്. ഇതന്നെ വീട്, ഇതന്നെ മാങ്ങ മരം. ഇത് കരിക്കില്ലതാ? ഒന്ന് മതി അല്ലേ? മിക്സിയിൽ അരിക്കാനില്ല മസാലയാ? എന്തെല്ലാം ഉണ്ട് ഇതില്? തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, പുളി, കുടംപുളി എല്ലാം ഇട്ടിട്ട് അരക്കാം. എല്ലാ സാധനങ്ങളും റെഡിയായാ? ഇതെല്ലാം എന്തെല്ലാം? തക്കാളി, ഉള്ളി, മാങ്ങ, കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് മാങ്ങയാ? ഇത് മസാല അരച്ച് വെച്ച്. അപ്പൊ ഇനി നെക്സ്റ്റ് ആക്കണേ. അപ്പൊ അതിന് കാണാം. അപ്പൊ കറി വെക്ക. അതേ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് ഇന്ന് പെരുന്നാളാണ്. മീൻ പൊരിക്ക. ഇതെല്ലാം പെണ്ണ് രാവിലെ ആക്കി വെച്ചിട്ട് പോയാല് ഞങ്ങൾ ഉച്ചക്ക് തിന്നോളൂ. ഇന്ന് ചൂടായിട്ട് രണ്ടാളും ഉള്ള കൊണ്ട് പെരുന്നാളാ. അപ്പൊ കാണാം. ഇതിന്റെ ഉലുവട്ട് ഉലുവട്ടിന്റെ ബാക്കില് ഉള്ളി, സവാള. വെളുത്തുള്ളി ചതിക്കല്ലേ? ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ഉണ്ടാ? അത് ചതച്ച് ഇട്ടാൽ നല്ലതാ, നല്ല മണം വരും. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടാം. വാടട്ടെ. അതെ.
അടുത്തത് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടായി അല്ലേ? തക്കാളി തക്കാളി പച്ചമുളക് കരിയാപ്പില ലാസ്റ്റ് മസാല ഇട്ടിട്ട് അപ്പം നല്ല മണം. ഇപ്പോൾ മസാല ഒഴിക്കല. മീൻകറി റെഡി. നല്ല തിളച്ച് കിട്ടണം. പിന്നെ മാങ്ങ ഇടല. പിന്നെ മാങ്ങ കരിയാപ്പില ഇട്ടിട്ട് തിളപ്പിക്കാം. പിന്നെ മീൻ ഇടുന്നത് അതിന്റെ പച്ച മണം പോണം. കറിയായി ആയതുകൊണ്ടുണ്ട്. ഇത് കാട്ടിലെ മീൻ ഫ്രൈ ആയിക്കൊണ്ടുണ്ട്. നേരത്തെ കാട്ടിയല്ലേ നമുക്ക് തരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് മത്തി പൊരിക്കണം. അമ്മ ഈ കാട്ടിലെ മീൻ തിന്നൂല. അതിനെ കൊണ്ട് കരിക്ക് വെച്ച മീനിൽ ഒരു 5-6 പീസ് എടുത്ത് വെച്ച് പൊരിക്കാൻ. ഇതാ കറി നല്ല തിളച്ച് മാങ്ങ ഇടുന്നേ. കരിയാപ്പില ഇടുന്നുണ്ട്. പിന്നെ ഇത് ഇനി തിളച്ച പിന്നെ മീൻ ഇടല. ഇപ്പൊ മീൻ ഇടുന്നേ. എന്തോ മഞ്ഞപ്പൊടി, വെറും മഞ്ഞപ്പൊടി അല്ലേ? പെരട്ടി വെച്ച ചോയ പോവാൻ വേണ്ടിയിട്ട് മീൻ ഇടുന്നു. തിളച്ച് കുറച്ച് ഇളക്കി കൊടുക്കാം. മിക്സ് ആക്കി വെച്ചു കുറച്ചും കൂടി തിളക്കട്ടെ. മീൻകറിയായി ഇറക്കാൻ വന്ന് റെഡിയായി അല്ലേ? ഒരു കരിയാപ്പില വെച്ചിട്ട് അപ്പൊ അടുത്ത പരിപാടി മീൻ പൊരിക്കണേ. മത്തി മീൻ ഇതായല്ലേ? അത് നമ്മക്കില്ലതായി. ഇനി അമ്മയ്ക്കില്ല മീൻ കുറച്ചെങ്കിൽ അതെ കഴിഞ്ഞ്. ഇത് കാട്ടിലെ മീനല്ലേ? ഇതായി ആയാ? ഇത് ഞാൻ തിന്നലില്ല. ഇത് നിങ്ങൾക്കുള്ളത്. എനിക്ക് മത്തി പൊരിക്കൂ. വെറൈറ്റി ഫിഷ് ഫ്രൈ. മിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ഇട്ടതിൽ ഒരാള് നല്ല ഒരു കമന്റ് ആക്കിയിട്ടുണ്ടായി, ഹാൻഡിൽ ഇങ്ങോട്ട് വെക്കാൻ പാടില്ല, അപ്പുറം തിരിക്കാനാണ്. എന്താ പറഞ്ഞാൽ അത് നല്ല കാര്യമായ ഒരു സജഷന്. എന്താ പറഞ്ഞാൽ ഇങ്ങോട്ട് ഹാൻഡിൽ ഉണ്ടാവും, എന്തെങ്കിലും തട്ടിപ്പോയി പറഞ്ഞാൽ അത് അങ്ങോട്ട് മറിയും. ഇങ്ങനെ ഉണ്ടായി ഭയങ്കര സേഫ്. ഇപ്പോ മത്തി ഫ്രൈ ആക്കല്ലേ വേറെ ഒരു സ്റ്റൈലില്. ഇതെന്തെല്ലാം? കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് എല്ലാം എണ്ണക്കിട. ഡയറക്റ്റ് എണ്ണക്കിടല്. നല്ല ഫ്രൈ ആവട്ടെ മസാല. മസാല കൂടുതൽ ഫ്രൈ ഒന്നും ആവണ്ട. മീനിൽ ഫ്രൈ ആവും. ഇപ്പൊ ഡയറക്റ്റ് മീൻ ഇടല്. കട്ടാക്കിയ മീൻ വെച്ചു കൊടുക്കാം. മാത്രം ഇതാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവണോ പറഞ്ഞെങ്കിൽ തീ സ്ലോ മോഷനിൽ ഉണ്ടാവണം, കൂടുതൽ വെക്കാൻ പാടില്ല. ഒരു സൈഡ് വെന്തതോ പിന്നെ തിരിച്ചിട്ട് കൊടുക്കണം. കുടംപുളി എന്താ പറഞ്ഞാൽ അത് നേരത്തെ ഇടണമായിരുന്നു, ഇട്ടിട്ടില്ല. ഇപ്പം ഇട്ടോണ്ടില്ലത്. ഇത് പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ മീൻ ഫ്രൈ ആക്കണമെങ്കിൽ ഫസ്റ്റ് മീനിക്ക് മസാല ഇട്ടിട്ട് ആക്കല്. ഇപ്പൊ സമയമില്ലാത്ത കൊണ്ട് ഇങ്ങനെ ആക്കല്. ഇത് അതിൻ്റെക്കായി നല്ല രുചി ഉണ്ടാവണം. ഇതിലേക്ക് സമയം വേണം, സമാധാനവും വേണം. എന്താ പറഞ്ഞ കൂടുതൽ തീ വെച്ചിട്ട് ഇതാക്കാൻ പാടില്ല, സ്ലോ ഫയർ ആയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ചെറിയ കുറച്ച് മൂടി വെച്ചിട്ടാക്കിയെങ്കിൽ നല്ല രുചിയായ മീൻ ഫ്രൈ റെഡിയാവും. തിരിച്ചിട്ടാൻ പോകുന്നുണ്ട്. നല്ല മസാല കിട്ടുന്നില്ല. നല്ല ഫ്രൈ ആയിട്ട് ഈ ഒരു സൈഡ് മസാല നല്ല പിടിക്കുന്നല്ലേ. കരിയാപ്പില ഈ ഒരു സൈഡ്
ഇത് ഫ്രൈ ആകുമ്പോൾ ശരിയാവും കാണാൻ. നമ്മൾ സാധാരണ ഫ്രൈ ആക്കണതിൻ്റെയൊക്കെ നല്ല പാടുണ്ട് കാണാൻ. ടേസ്റ്റ് ഉണ്ട്. മിക്സ് ആക്കണേ. മത്തി ഫ്രൈ റെഡിയായി. ഇനി ചോറ് വയ്ക്കാം. ഇത് റെഡിയായാ? റെഡിയായി. ഇത് ഇറക്കി വെക്കാം. റെഡി. ഓക്കെ. നെക്സ്റ്റ് അടുത്ത പരിപാടി ബേക്കറി. ടൈമായി. മീൻ കറി ഇവിടെ ഉണ്ട്. എല്ലാവർക്കും മീൻ വെലമീൻ, അമ്മയ്ക്ക് മത്തി, ബാക്കിയുള്ളവർക്കെല്ലാം കാട്ടില. അപ്പൊ എല്ലാരും ബൈക്കാൻ വരുന്നുണ്ടല്ലേ? അപ്പൊ തിന്ന് നോക്കിട്ട് പറയാമോ എങ്ങനെ ഉണ്ട്? ഞാൻ പറയാ എങ്ങനെയുണ്ട് അതുമ്മ? പാങ്ങ് മീനും ഇട്ടിട്ട് മാങ്ങ ഇട്ടിട്ട് വെച്ചോണ്ട് സൂപ്പർ ഉണ്ട്. അപ്പൊ അതന്നെ എന്താ എടുത്തിട്ടില്ലേ? മത്തി മീൻ കറി. അപ്പോ നങ്ങ ബേക്കാം. മണി പിന്നെ വെയിച്ചോ കേട്ടാ. അതെ അതെ. ഭർത്ത മീനും പാങ്ങ് വെന്തിന്. മാംഗോ ഫിഷ് കറി ഒരു പേര് വിട്ടിട്ടായി. ശരി. അപ്പോ നമ്മളുടെ വീഡിയോ ഇന്നത്തെ ഇത്ര തന്നെ ഇല്ലതല്ലമ്മ? അതെപ്പാ. പിന്നെ രണ്ടാളിനും നിങ്ങ ഇന്ന് വീട്ടിലുള്ള കൊണ്ട് പോയിട്ട് മീൻ കൊണ്ടുവരുമ്പോ അമ്മ പറഞ്ഞതാണ് മീൻകറി എല്ലാവരും വെക്കുന്നത് ഉണ്ട്, അത് വെച്ച് കാണിക്കണമെന്നില്ലപ്പാ. എന്നാൽ നമുക്ക് മീൻകറി കാണിച്ചിട്ടില്ലല്ലേ, അത് വെച്ചിട്ടും പൊറിച്ചിട്ടും നമുക്ക് കാണിക്കാൻ പറഞ്ഞിട്ട് ഇന്ന് അതൊന്ന് ചെയ്തിന്. പിന്നെ ഇനി 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 അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. അതെ.